ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. നഗ്നപാതരായി അകത്ത് പ്രവേശിക്കേണ്ട ഒരിടമാണ് ദേവാലയങ്ങൾ. നഗ്നപാതരായി അകത്ത് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പാദരക്ഷകൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ലോകത്തിൻ്റെതായ എല്ലാ വ്യവഹാരങ്ങളും ആടയാഭരണങ്ങളും പുറത്ത് ഉപേക്ഷിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി മാത്രമായിട്ട് അകത്ത് പ്രവേശിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പരിപാവനമായ ഈ ദേവാലയങ്ങളിലേക്ക് ബിസിനസ്സും ഓഫീസും കൊണ്ടുവന്നാലോ, പിന്നെ ആ ദേവാലയങ്ങളും മറ്റൊരു കച്ചവട സ്ഥലമായി, മറ്റൊരു ഓഫീസായി മാറില്ലേ? അപ്പോൾ പിന്നെ ദേവാലയത്തിൽ നിന്ന് കിട്ടേണ്ട ആ പ്രശാന്തതയും ആശ്വാസവും സമാധാനവും ഒക്കെ ഈ ദേവാലയത്തിൽ നിന്ന് ഒരിക്കലും കിട്ടുകയില്ലല്ലോ. ഈശ്വരൻ തന്നെ ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകില്ലേ? ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വീടുകളുടെയും സ്ഥിതി. വീട് എന്ന് പറയുന്നത് ഒരു വലിയ ദേവാലയമാണ്. ആ ദേവാലയത്തിലെ ഏറ്റവും പരിശുദ്ധമായ പൂജാമുറിയാണ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് നഗ്നപാതരായിട്ടാണ് പ്രവേശിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പാദരക്ഷകൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ജോലിയുടെയോ ഔദ്യോഗിക സ്ഥാനത്തിൻ്റെയോ അതുമായിട്ട് ബന്ധപ്പെട്ടതോ ആയ എല്ലാ ആടയാഭരണങ്ങളും ഉപേക്ഷിച്ച് ഈഗോയെ പുറത്തു വെച്ച് ഒരു സാധാരണ മനുഷ്യനായി ഈ പൂജാമുറിയിലേക്ക് പ്രവേശിക്കണം. ഇവിടെ പ്രണയ പൂജകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. അതാണ് ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ ഈ ദേവാലയത്തിലേക്ക് ഇന്ന് പലരും കൊണ്ടുവരുന്നത് ഓഫീസും അതുപോലെ തന്നെ ബിസിനസ്സുമാണ്. ബെഡ്റൂം ഓഫീസിൻ്റെയും ബിസിനസ്സിൻ്റെയും ഒരു എക്സ്റ്റൻഷനാക്കി മാറ്റുകയാണ്. അക്കങ്ങളും കൂട്ടലും കിഴിക്കലും ഈഗോയും